ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രസംഗമായിട്ടാണ്. എല്ലാവർക്കും ഈ ഒരു പ്രസംഗം യൂസ്ഫുള്ളാവും എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശമൊക്കെ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രസംഗം നോക്കാം. മാന്യ സദസ്സിനു വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 2 അഹിംസയെ സമരായുധമാക്കിയ മഹാത്മാവിൻ്റെ 156-ാം ജന്മദിനം. ഇന്ന് രാജ്യമെമ്പാടും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി ഗാന്ധിജി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നുവെങ്കിലും തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നമുക്കദ്ദേഹം മഹാത്മാഗാന്ധിയായി, കുട്ടികളുടെ പ്രിയപ്പെട്ട ബാപ്പുജിയായി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുത്തൻ വഴി വെട്ടിത്തുറന്നു തന്ന ധീര നേതാവാണ് അദ്ദേഹം. അഹിംസയെ സമരായുധമാക്കി നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിലേക്ക് നീട്ടിത്തന്നത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ കഠിന ശ്രമങ്ങൾക്ക് ഫലമായി 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന സാധാരണ മനുഷ്യൻ നമുക്കിന്ന് രാഷ്ട്രപിതാവ് ആയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ്. സ്വന്തം ജീവിതത്തെക്കാളുപരി സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുകയും അതിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുകയും ചെയ്തു. വാളിനേക്കാളും തോക്കിനേക്കാളും മൂർച്ചയുള്ള സമരായുധം അഹിംസയാണെന്ന് നമ്മെ പഠിപ്പിച്ചു. ഗാന്ധി സ്മരണയിൽ നിൽക്കുന്ന ഈ ഒരു നിമിഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്. ഗാന്ധി നമുക്ക് നൽകിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അഹിംസയിലൂടെയും സത്യസന്ധതയിലൂടെയും ജീവിക്കാൻ നമുക്ക് കഴിയണം. മാറിയ ഈ കാലഘട്ടത്തിൽ സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തി ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കൂട്ടുകാരെ, ഈ ഒരു പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.